ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9001900156. സ്പീഡ് വേണേ കുറയ്ക്കല്ലേ. ഇതെന്തോന്നത്? എന്തോന്ന് കേശു ഇത്? ആ എനിക്കറിയില്ല. അല്ല ഇവനപ്പ എവിടെ നിന്ന് കിട്ടി? വഴിന്ന്. വഴിന്നാ? ആ ചേട്ടനെന്ത് ഒന്നും മിണ്ടായിക്കുന്നേ? എന്തായാലും ഒന്നും മിണ്ട. ബാക്കിയൊന്നും പറ്റിയടാ? അറിയില്ല അമ്മായി, എന്നോടും ഒന്നും മിണ്ടുന്നില്ല, ഒന്നും പറയുന്നില്ല. ദൈവമേ, രാവിലെ എങ്ങനെ പോയ ചെറുക്കനാണ്. ഫുള്ള് പഞ്ചറായിട്ട് വന്നേക്കാണ്. നല്ല വേനയുണ്ടോടാ? എന്നാലും എന്തോ പറ്റിയെന്ന് പറയാലോ. അത് തന്നെ, എന്തെങ്കിലും ഒന്ന് പറയടാ വാ തുറന്ന്. അമ്മായി, എനിക്ക് തോന്നണേ ഇവനൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ലെന്ന്. കൂടുതലൊന്നും ചോദിക്കണ്ട, ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് കിടത്താം. കിടത്തല്ലേ? എന്താ കിടത്തണ്ട, വേണ്ടേ? അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇരുത്തിയാ മതി. മതിയാ? എന്നാ വാ. കാലിനൊക്കെ ഭയങ്കര പ്രശ്നമാ. ഇരുത്തിയിട്ട് ഇപ്പൊ തന്നെ അങ്ങ് പോവോ അതോ കുറച്ചേരം ഇവിടെ കാണുമോ? കുറച്ചേരം കൂടി ഇരിക്കണം എന്നുണ്ട്, പക്ഷെ ഈ കണ്ടീഷനിൽ ഇരിക്കാൻ പറ്റൂല. ഞാനല്ലേ ഈ കണ്ടീഷനിൽ, നിനക്കെന്ത്? അല്ല, എന്റെ കണ്ടീഷൻ വീട്ടിൽ അന്വേഷിക്കാം. തൽക്കാലേ ഞാൻ കൊണ്ടിരുത്താം. ഇരുത്ത്. കേശുവേ, എന്നാലും എങ്ങനെ പറ്റിയെന്ന് പറയടാ. എങ്ങനെ പറ്റി? ഉള്ളൊക്കെ പറ്റി. അമ്മായി, അമ്മൂമ്മയും കനകാന്റി എവിടെ? അമ്മയും കനകേച്ചിയും പുറത്തുപോയി. ഒന്ന് വിളിച്ചിട്ട് വരാതിരിക്കാൻ പറയാൻ പറ്റൂ? വരാതിരിക്കാൻ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ശിവാനി എവിടെ? ശിവാനിയും പുറത്തുപോയി. നന്നായി. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. അങ്ങനെ പോയാ എങ്ങനെ ശരിയാവും മെർലിനെ? ഇതെങ്ങനെ നടന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ആ, അതിന്റെയൊക്കെ ആവശ്യമുണ്ട്. ഗൗരി, ഞങ്ങളിങ്ങി വന്നു. കേശവൻ വന്നായിരുന്നോ? കേശു വന്ന് ദാണ്ട കിടക്കണ്. കിടക്കുന്നു? ആ, അയ്യോ അയ്യോ, എന്താ പറ്റുന്നത്? എന്നടാ അച്ചടാ? പൊന്നമ്മ, ഇതേനെ കൊറേ നേരമായിട്ട് ഞങ്ങൾ ചോദിച്ചോണ്ടിരിക്കണം. അവൻ വാദമൊന്നും പറയണ. മക്കളെ, എന്താ പറ്റിയെന്ന് പറയടാ പൊന്നുവനെ. കണ്ടിട്ട് തോന്നലില്ല എന്തൊരു പറ്റിയത്, കണ്ടിട്ട് മനസ്സിലാവണില്ലേ? ആ, ഇപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഇവ എന്തോ പ്രശ്നം തീർത്ത് കോളേജിലോട്ട് പോണെന്ന് ശിവ പറഞ്ഞായിരുന്നു. അവിടെ നടിവല്ലോ കിട്ടി കാണും അല്ലേടാ? കണ്ടോ, സമാധാനം ഉണ്ടാക്കാൻ പോയ കൊച്ച. നല്ലവർക്ക് കാലമില്ല. എടാ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലയോ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോവല്ലേ പോവല്ലേന്ന്? എത്ര പറഞ്ഞാലും കേക്കത്തില്ല. കേശുവേ, ഇതിങ്ങനെ വിട്ടാ പറ്റൂല. എന്തായാലും പ്രതികരിക്കണം. വെറുതെ എഴുന്നോണ്ടല്ലോ അവന്മാര് തലയെ കയറി കളിക്കും. എന്തായാലും കൊടുക്കണം കേശു. ഗിരിയേട്ടന്റെ ടീമിനെ വിളി 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 വിളി. എന്തായാലും നമ്മൾ തിരിച്ചു കൊടുക്കണം. അതെ, ആവശ്യമില്ലാത്ത പ്രശ്നത്തിന്റെ പുറകൊക്കെ പോണോ? നിയമത്തിന്റെ വഴിക്ക് നീങ്ങട്ടെ. ആഹാ, ഇത് അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ. അമ്മ ഇത് ഉറപ്പിച്ചോ? ഇത് ഏവന്റെന്നും അടി കിട്ടിയതാണ്. എന്റെ പൊന്നമ്മയെ, സത്യമായിട്ട് എന്നെ ആരും അടിച്ചതല്ല. ஆஹா, அப்படின்னா இந்த காயம் எல்லாம் எப்படி வந்தது? കായം அடிபட்டது எப்படின்னு? ഞാൻ ഒരു റോട്ടിൽ കൂടെ നടന്നു വരുന്ന സമയത്ത് ഓടയുടെ സൈഡില് ഒരു ഏത്തപ്പഴത്തിന്റെ തൊലി ഉണ്ടായിരുന്നു. ആദ്യം ചവിട്ടി നേരെ ഓട വീണു. എന്തോന്ന്? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.